ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വിൻഗ പ്ലാന്റിൻ്റെ കെയറിനെ കുറിച്ചും അതുപോലെ വിൻഗയിൽ ഡിഫറെൻറ്റ് കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കിയാലോ. ഉഷമലരി, നിത്യകല്യാണി, ശവന്നാറി എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നിത്യവും പൂക്കൾ തരുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിനെ നിത്യകല്യാണി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്ലാന്റിന് മഴക്കാലത്ത് പ്രത്യേകമായ ശ്രദ്ധയും പരിചരണവും നൽകേണ്ടതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും കളറുകൾ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആദ്യമായി ചെയ്തു കൊടുക്കേണ്ടത് മഴ വരുമ്പോൾ മഴയത്ത് നിന്നും ഈ ഒരു പ്ലാന്റ് മാറ്റി വയ്ക്കുക എന്നതാണ്. എന്നാൽ പൂർണ്ണമായി ഷെയ്ഡിൽ വയ്ക്കാൻ പാടുള്ളതുമല്ല. മഴ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വെയിൽ വരുമ്പോൾ അതിനൊന്ന് വെയിൽ കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു പ്ലാന്റിനെ എപ്പോഴും അധികം വലിപ്പം വയ്ക്കാൻ അനുവദിക്കാതെ പ്രൂൺ ചെയ്ത് നിർത്തേണ്ടതാണ്. അങ്ങനെയാവുമ്പോൾ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുകയും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്ലാന്റിനെ പ്രൂൺ ചെയ്തതിന് ശേഷം ആ പ്രൂൺ ചെയ്ത കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ്. പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾക്കിതിൽ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതുമാണ്. പിന്നെ ഈ ഒരു പ്ലാന്റിൽ ഇതുപോലെ സീഡ്സുകൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സീഡ്സുകൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ മഴ കഴിയുമ്പോൾ നമുക്ക് പാകി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അരികൾ ഇതുപോലെ ബ്ലാക്ക് കളറാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ സീഡ്സ് എടുക്കാവുന്നതാണ്. 15 ദിവസങ്ങൾ കൂടുമ്പോൾ ഈ ഒരു പ്ലാന്റിന് വളങ്ങൾ നൽകേണ്ടതാണ്. അത് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന NPK പോലുള്ള വളങ്ങളോ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ പ്ലാന്റിൽ എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ കളറുകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് പ്ലാന്റുകൾ ക്രോസ് പോളിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും 2 ഡിഫറെൻറ്റ് കളറുകളുള്ള ഫ്ലവറുകൾ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു വൈറ്റ് കളറുള്ള ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൂമ്പൊടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കാനായിട്ട് നമുക്കൊന്നില്ലെങ്കിൽ സ്റ്റിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മറ്റേ കളറിലെ ഫ്ലവറിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഇതുപോലെ പൂമ്പൊടി നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഫ്ലവർ ഉണങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സീഡ്സ് എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് പാകി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഡിഫറെൻറ്റ് കളറുകളായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് കിട്ടും കേട്ടോ. ഇതിൽ കണ്ടോ ആ ഒരു പിങ്ക് കളറിൽ വൈറ്റ് കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും ഡിഫറെൻറ്റ് കളറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ട് നമ്മൾ പ്ലാന്റ്സുകളൊന്ന് അടുപ്പിച്ച് വെച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വിൻഗ പ്ലാന്റ്. അപ്പോൾ ശരി, നമുക്ക് നല്ലൊരു വീഡിയോയുമായി ഇനിയും വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.